നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,534ാമത്തെ ദിവസമാണ്. മലയാളത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് വൃശ്ചിക മാസം 4-ാം തീയതിയാണ്. ശകവർഷം 1947, കാർത്തിക മാസം 29-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 20-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് അമാവാസി തിഥിയാണ്. ഉച്ചയ്ക്ക് 12:06 വരെയുള്ള സമയത്താണ് അമാവാസി തിഥിയുള്ളത്. തുടർന്ന് ശുക്ലപക്ഷം ആരംഭിക്കുകയാണ്. ശുക്ലപക്ഷ പ്രഥമയാണ് 12 മണിക്ക് ശേഷം. നക്ഷത്രം വരുന്നത് വിശാഖം നക്ഷത്രമാണ്. 10:58 വരെ ഉള്ള സമയത്താണ് വിശാഖം. അതിനുശേഷം അനിഴം നക്ഷത്രമാണ്. കരണം പാമ്പ് കരണമാണ്. 12:16 വരെ, ഉച്ചയ്ക്ക് 12:16 വരെയുള്ള സമയത്താണ് പാമ്പ് കരണമുള്ളത്. നിത്യയോഗം വരുന്നത് ശോഭനനാമ നിത്യയോഗമാണ്. രാവിലെ 9:52 വരെയുള്ള സമയത്താണ്. ഞാറ്റുവേല വരുന്നത് അനിഴം ഞാറ്റുവേലയാണ്. ഇത് പുതിയ ഞാറ്റുവേല തുടങ്ങുകയാണ്. അടുത്ത 2 ആഴ്ചത്തേക്ക് ഈ അനിഴം ഞാറ്റുവേലയാണ്. ഹേമന്ത ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം വ്യാഴം, ഗുരുവിൻ്റെ അഥവാ വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:23:21 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:55 39 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 32 മിനിറ്റ് 18 ദിനമാനങ്ങളും ഉദയാസ്തമയങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് മധ്യ കേരളത്തിലേതാണ്. ഏതാനും മിനിറ്റുകളുടെ അഥവാ സെക്കൻഡുകളുടെ വ്യത്യാസം തെക്കോട്ടും വടക്കോട്ടും മാറും തോറും ഉണ്ടാകുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:36 തുടങ്ങി 3:02 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 9:16 തുടങ്ങി 10:42 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 6:23 തുടങ്ങി 7:49 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:45 മുതൽക്ക് 12:07 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ച് 12:11 മുതൽക്ക് 12:33 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവെ ശുഭമല്ല. നൂതനമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്രകൾ ഇതൊക്കെയും ഇന്ന് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് വിശാഖം നക്ഷത്രമാണ്. വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നൂതന രഥം നിർമ്മിക്കുക, അതുപോലെ ശില്പം ഉണ്ടാക്കുക, ഔഷധ സേവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വിശാഖം നക്ഷത്രം. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. തിഥിയാകട്ടെ അമാവാസി തിഥിയാണ്. അഗ്നിയാധാനം നടത്തുക, ദാനകർമ്മങ്ങൾ നടത്തുക, അതുപോലെ പിതൃകർമ്മങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് അമാവാസി തിഥിക്ക് അനുയോജ്യമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. നമസ്കാരം.